ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 11ാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത്, ഇന്നലെ നമ്മൾ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അവസാനമായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ, ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട നേതാക്കളെക്കുറിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും മുമ്പത്തെ ക്ലാസ്സുകൾ കാണാത്തവർ തീർച്ചയായും കാണുക. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു, ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മുമ്പുള്ള അതേ ടെലഗ്രാം ചാനൽ തന്നെയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സൺഡേ റിവിഷനായിട്ട് ഈ PDF ഒക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഏതായാലും ക്ലാസ്സിലേക്ക് പോകാം. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് ആദ്യമായിട്ട് നോക്കുന്നത്. കേരളത്തിൽ പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? കെ കേളപ്പനാണ്. കിഴക്കൻ പ്രവിശ്യകളിൽ പ്രത്യേകിച്ച് നാഗാലാൻഡ് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? റാണി ഗെയ്ഡിൻലു ആണ്. അപ്പോൾ കേരളത്തിൽ നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കിഴക്കൻ പ്രവിശ്യകളിൽ നേതൃത്വം നൽകിയതാരാണ്? റാണി ഗെയ്ഡിൻലു ആണ്. അതുപോലെ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നതാരാണ്? റാണി ഗെയ്ഡിൻലു ആണ്. എന്നിങ്ങനെ റാണി ഗെയ്ഡിൻലുവിനെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ നാഗന്മാരുടെ റാണി എന്നറിയപ്പെടുന്നതാരാണ്? റാണി ഗെയ്ഡിൻലു ആണ്. റാണി ഗെയ്ഡിൻലുവെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ പെഷവാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. പെഷവാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതുപോലെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? അതും ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. അതുപോലെ പെഷവാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. കേരളത്തിൽ ആരാണ്? കെ കേളപ്പനാണ്. അതുപോലെ കിഴക്കൻ പ്രവിശ്യകളിൽ ആരാണ്? റാണി ഗെയ്ഡിൻലു ആണ്. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗെയ്ഡിൻലുയെ വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ ഒറീസയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗോപബന്ധു ചൗധരിയാണ്. ഒറീസയിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഗോപബന്ധു ചൗധരിയാണ്. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. PYQ ആണ്. PSC ഒരുപാട് തവണ ചോദിച്ചതാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് എന്നൊക്കെ PSC ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. അതുപോലെ പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്നൊക്കെ PSC ഒരുപാട് ചോദിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഓർത്തു വെക്കുക. അടുത്തൊരു പാർട്ടാണ് പൂർണ്ണ സ്വരാജ്. മഹാത്മാഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യമെന്തായിരുന്നു? പൂർണ്ണ സ്വരാജായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ അന്തിമ ലക്ഷ്യമെന്തായിരുന്നു? പൂർണ്ണ സ്വരാജായിരുന്നു. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനമാണ്. 1000 തവണയെങ്കിലും PSC ചോദിച്ച ചോദ്യമാണ്. പൂർണ്ണ സ്വരാജ്യമാണ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. ലാഹോർ സമ്മേളനത്തിന് പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തിയതെന്നാണ് 1929 ഡിസംബർ 31 അർദ്ധരാത്രിക്കാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയപ്പോൾ ഇന്ത്യൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഉയർത്തിയതെന്നാണ് 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിലാണ്. അടുത്ത ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഒരേ ഒരു വനിത ആരാണ്? ബീഗം
ജഹാനര ഷാനവാസാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ഒരേ ഒരു വനിത ആരാണ്? ബീഗം ജഹാനര ഷാനവാസാണ്. അതുപോലെ 3 വട്ടമേശ സമ്മേളനങ്ങളിലും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തതാരാണ്? ഹെൻറി ഗിഡ്നിയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തെ പ്രതിനിധാനം ചെയ്തതാരാണ്? ഹെൻറി ഗിഡ്നിയാണ്. അതുപോലെ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവാരാണ്? ആർക്കോട്ട് രാമസ്വാമി മുതലിയാരാണ്. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ജസ്റ്റിസ് പാർട്ടി നേതാവാരാണ്? ആർക്കോട്ട് സ്വാമി മുതലിയാരാണ്. അതുപോലെ 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്തതാരാണ്? അക്ബർ ഹൈദരലിയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും ഹൈദരാബാദ് സ്റ്റേറ്റിനെ പ്രതിനിധാനം ചെയ്തതാരാണ്? അക്ബർ ഹൈദരിയാണ്. മൈസൂരിനെ പ്രതിനിധാനം ചെയ്ത 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ദിവാനാണ് സർ മിർസ ഇസ്മായിൽ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ 3 വട്ടമേശ സമ്മേളനങ്ങളും ബറോഡയിൽ നിന്നുള്ള സാന്നിധ്യമാരാണ്? VT കൃഷ്ണമാചാര്യാണ്. അതുപോലെ ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് 1930 ജനുവരി 26-നാണ്. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1930 ജനുവരി 26-നാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കപ്പെടുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തപ്പെടുകയും ചെയ്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. 1930 ജനുവരി 26-ൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. 1930 ജനുവരി 26-ൻ്റെ ഓർമ്മയ്ക്കായാണ് ഇന്ത്യയിൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. അടുത്തത്, പഞ്ചാബിൽ ഭൂവുടമസ്ഥാവകാശം സംബന്ധിച്ച പ്രക്ഷോഭം നടത്തിയിരുന്ന ലാലാ ലജ്പത് റായിയെ മാൻഡലിലേക്ക് നാടുകടത്തിയ വർഷം ഏതാണ്? 1907-ലാണ്. പഞ്ചാബിൽ ഭൂവുടമാവകാശം സംബന്ധിച്ച പ്രക്ഷോഭം നടത്തിയിരുന്ന ലാലാ ലജ്പത് റായിയെ മാൻഡലിയിലേക്ക് നാടുകടത്തിയ വർഷം ഏതാണ്? 1907-ആണ്. അടുത്തത്, 1-ാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. 1930-ലാണ് 1-ാം വട്ടമേശ സമ്മേളനം നടന്നത്. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും അതുപോലെ ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ 1930-ൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണെന്ത്? വട്ടമേശ സമ്മേളനം. സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയും ഭരണഘടനാ പരിഷ്കാരങ്ങളെ പറ്റിയും ചർച്ച ചെയ്യാൻ 1930-ൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിൽ വിളിച്ചു ചേർത്ത സമ്മേളനമാണ് വട്ടമേശ സമ്മേളനം. 1-ാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവായിരുന്നു. ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭുവായിരുന്നു. 1-ാം വട്ടമേശ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവായിരുന്നു. അതുപോലെ 1-ാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? 1930 നവംബർ 12 മുതൽ 1931 ജനുവരി വരെയാണ്. 1-ാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? 1930 നവംബർ 12 മുതൽ 1931 ജനുവരി വരെയാണ് 1-ാം വട്ടമേശ സമ്മേളനം നടന്നത്. 1-ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ്? ജോർജ് അഞ്ചാമനാണ്. 1-ാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാരാണ്? ജോർജ് അഞ്ചാമനാണ്. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ്? PYQ ആണ്. അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഘാ ഖാൻ, തേജ് ബഹാദൂർ സപ്രു. 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖർ ആരൊക്കെയാണ്? അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, പിന്നെ ആരാണ്? ആഘാ ഖാൻ, തേജ് ബഹാദൂർ സപ്രു എന്നിവരാണ് 1-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ. അതുപോലെ 1-ാം വട്ടമേശ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചതാരാണ്? റാംസെ മക് ഡൊണാൾഡാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക് ഡൊണാൾഡാണ് 1-ാം വട്ടമേശ സമ്മേളനത്തിലെ
അധ്യക്ഷത വഹിച്ചത്. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിതരെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വ്യക്തി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവാതെ പിരിഞ്ഞു. ഒന്നാം വട്ടമേശ സമ്മേളനം സാമുദായിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പിരിഞ്ഞു. അപ്പോൾ ഇതാണ് ഒന്നാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ഈ പറയുന്ന പോയിൻറ്റ്സൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് നല്ല പോലെ ഒന്ന് ഓർത്തു വെക്കുക. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ഇർവിൻ പ്രഭുവാണ്. 1930 ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ്. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? റാംസെ മക്ഡൊണാൾഡാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റാംസെ മക്ഡൊണാൾഡാണ് ഒന്നാം വട്ടമേശ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിച്ചത്. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, ആഗാ ഖാൻ, തേജ് ബഹാദൂർ സപ്രു എന്നിവരാണ് പ്രമുഖ നേതാക്കൾ. അപ്പോൾ ഇതൊക്കെ PYQ ആണ്, ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? 1931. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ്? 1931. രണ്ടാം വട്ടമേശ സമ്മേളന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ആരാണ്? ഇർവിൻ പ്രഭുവായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചതെന്നാണ്? 1931 സെപ്റ്റംബർ 7. രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചതെന്നാണ്? 1931 സെപ്റ്റംബർ 7. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. ഈ ഒരു പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ആണ് രണ്ടാം വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7. അതുപോലെ വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പൽ ഏതാണ്? SS രാജപുത്താന എന്ന് പറയുന്ന കപ്പലാണ്. SS രാജപുത്താന എന്ന് പറയുന്ന കപ്പലാണ്. വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയ കപ്പലാണ് SS രജപുത്താന. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ആരാണ്? അതും ഡോക്ടർ BR അംബേദ്കർ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചതും ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചത് ആരാണ്? ഗാന്ധിജി തന്നെയാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തതാരാണ്? സരോജിനി നായിഡു ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ വനിതകളെ പ്രതിനിധാനം ചെയ്തതാരാണ്? സരോജിനി നായിഡു ആണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തതാരാണ്? സർദാർ KM പണിക്കർ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? സർദാർ KM പണിക്കർ ആണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചതാരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ചതാരാണ്? മദൻ മോഹൻ മാളവ്യയാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. PYQ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് മദൻ മോഹൻ മാളവ്യ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് ആര്? മദൻ മോഹൻ മാളവ്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം
രണ്ടാം വട്ടമേശ സമ്മേളനത്തിൻ്റെ പരാജയത്തിലേക്ക് നയിച്ചു. എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനം രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അടുത്തത് സിവിൽ നിയമ ലംഘന സമരം പുനരാരംഭിച്ചതെന്നാണ് 1932 ജനുവരി 3 സിവിൽ നിയമ ലംഘന സമരം പുനരാരംഭിച്ചതെന്നാണ് 1932 ജനുവരി 3. അപ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനം, ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ആരാണ് അധസ്ഥിത വിഭാഗത്തിൽ പ്രതിനിധീകരിച്ചത്? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെന്താണ്? രണ്ടാം വട്ടമേശ സമ്മേളന സമയത്ത് ആരാണ്? ഇന്ത്യയിലെ വൈസ്രോയി വെല്ലിംഗ്ടൺ പ്രഭുവാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അതുപോലെ രണ്ടാം വട്ടമേശ സമ്മേളനങ്ങൾ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തതാരാണ്? സർദാർ KM പണിക്കറാണ്. അതുപോലെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിലേക്ക് പോയ കപ്പൽ ഏതാണ്? SS രജപുത്താന എന്ന് പറയുന്ന കപ്പലാണ്. 1931 സെപ്റ്റംബർ 7 ലണ്ടനിൽ രണ്ടാം വട്ടമേശ സമ്മേളനം ആരംഭിച്ചത്. 1931 സെപ്റ്റംബർ 7 ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. ഓർത്തു വെച്ചോ. മൂന്നാം വട്ടമേശ സമ്മേളനം 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത്. മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അപ്പോൾ മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നതെന്നാണ് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ INC പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. INC പങ്കെടുക്കാത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? മൂന്നാം വട്ടമേശ സമ്മേളനമാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ അന്ത്യത്തിൽ പുറപ്പെടുവിച്ച ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹാദൂർ സപ്രു. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹാദൂർ സപ്രു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൂന്നാം വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. INC പങ്കെടുക്കാത്ത ഏക വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ്? ഡോക്ടർ BR അംബേദ്കർ, അതുപോലെ തേജ് ബഹാദൂർ സപ്രു. 1932 മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത്. അടുത്തത് കമ്മ്യൂണൽ അവാർഡ്. 1932 കമ്മ്യൂണൽ അവാർഡ്. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? റാംസെ മക്ഡൊണാൾഡ് ആണ്. ഇന്ത്യക്കാർക്ക് കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് റാംസെ മക്ഡൊണാൾഡ്. കമ്മ്യൂണൽ അവാർഡ് എന്നാണ് 1932 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് 1932 ഓഗസ്റ്റ് 16 കമ്മ്യൂണൽ അവാർഡിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിക്കാം. പ്രധാന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. മുസ്ലിങ്ങൾക്ക് നിയമസഭകളിലുമുള്ളതു കൂടാതെ പ്രത്യേക സമ്മതിദായ അവകാശം അനുവദിക്കുക.
മുസ്ലിങ്ങൾക്ക് നിയമസഭകളിലുള്ളത് കൂടാതെ പ്രത്യേക സമ്മതിദാനാവകാശം നൽകുക എന്നുള്ളതാണ് കമ്മ്യൂണൽ അവാർഡിൻ്റെ ലക്ഷ്യങ്ങളിൽ, അതായത് നിർദ്ദേശങ്ങളിൽ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വം അനുവദിക്കുക. അപ്പം അടുത്ത ഒരു നിർദ്ദേശം എന്താണ്? മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കണം. കൂടാതെ കേന്ദ്രത്തിലും പ്രാദേശിക നിയമനിർമ്മാണ സഭകളിലും നിശ്ചിത ശതമാനം അംഗത്വം അനുവദിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം എന്താണ്? പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് അനുവദിക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 71 സീറ്റ് അനുവദിക്കുക. അടുത്തത് കമ്മ്യൂണൽ അവാർഡ് പ്രകാരം മുസ്ലിങ്ങൾ, അതുപോലെ സിഖുകാർ, പട്ടികജാതിക്കാർ, യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുക. കമ്മ്യൂണൽ അവാർഡ് പ്രകാരം മുസ്ലിങ്ങൾ, സിഖുകാർ, പട്ടികജാതിക്കാർ, അതുപോലെ യൂറോപ്യന്മാർ എന്നിവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുക. അപ്പോൾ ഇത്രയുമാണ് കമ്മ്യൂണൽ അവാർഡിൻ്റെ പ്രധാന നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയത് പൂനെയിലെ യർവാദ ജയിലിലാണ്. കമ്മ്യൂണൽ അവാർഡിനെതിരെ ഗാന്ധിജി മരണം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ ജയിൽ ഏതാണ്? പൂനെയിലെ യർവാദ ജയിലാണ്. പൂനെയിലെ യർവാദ ജയിലാണ്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? പൂനെ ഉടമ്പടിയാണ്. കമ്മ്യൂണൽ അവാർഡ് ഉപേക്ഷിക്കാൻ കാരണമായ ഉടമ്പടിയാണ് പൂനെ ഉടമ്പടി. പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1932 സെപ്റ്റംബർ 24 പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് 1932 സെപ്റ്റംബർ 24. അടുത്തത് പൂനെ കരാറിൻ്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? 1. പൊതുമണ്ഡലങ്ങൾ തുടരും. അതുപോലെ 71 പകരം 148 സീറ്റുകൾ അധസ്ഥിതർക്ക് നീക്കിവെക്കണം. അതുപോലെ എന്താണ് മറ്റൊരു പ്രധാന വ്യവസ്ഥ എന്താണ്? ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ 20% സീറ്റ് സംവരണം. ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ 20% സീറ്റ് സംവരണം. അടുത്തത് അധസ്ഥിത അംഗങ്ങളെ ഏകസമ്മതിദാനാവകാശത്തിലൂടെ തിരഞ്ഞെടുക്കാം. അധസ്ഥിത അംഗങ്ങളെ ഏകസമ്മതിദാനാവകാശങ്ങളിലൂടെ തിരഞ്ഞെടുക്കാം. അടുത്തത് 5ാമത്തെ നിർദ്ദേശമാണ്. ഹരിജനങ്ങൾക്ക് പൊതുസേവനങ്ങളിലും പ്രാദേശിക ഭരണസമിതികളിലും മതിയായ പ്രാതിനിധ്യം നൽകണം. ഹരിജനങ്ങൾക്ക് പൊതുസേവനങ്ങളിലും പ്രാദേശിക ഭരണസമിതികളിലും മതിയായ പ്രാതിനിധ്യം നൽകണം എന്നാണ് 5ാമത്തെ നിർദ്ദേശം. 6ാമത്തെ നിർദ്ദേശം എന്താണ്? ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുക. ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേക സാമ്പത്തിക സഹായം നൽകുക. അപ്പോൾ ഈ 6 വ്യവസ്ഥകളാണ് പൂനെ കരാറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ എന്ന് പറയുന്നത്. ഇതൊന്ന് ഓർത്ത് വെച്ചോ. LGS മാത്രമല്ല, VFA ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വരെ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അടുത്തത് പൂനെ ഉടമ്പടി ഒപ്പുവെച്ച നേതാക്കൾ ആരൊക്കെയാണ്? മദൻ മോഹൻ മാളവ്യ, അതുപോലെ അംബേദ്കർ. അതായത് ഗാന്ധിയുടെ പ്രതിനിധിയായിട്ടാണ് മദൻ മോഹൻ മാളവ്യ പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ പോയത്. അപ്പോൾ ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ട് മദൻ മോഹൻ മാളവ്യയും ഡോക്ടർ BR അംബേദ്കറുമാണ് പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന് വ്യവസ്ഥ ചെയ്ത ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യയിൽ ഫെഡറൽ മാതൃകയിലുള്ള ഒരു ഭരണകൂടത്തിന്
വ്യവസ്ഥ ചെയ്ത ആക്റ്റാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് PYQ ആണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണ്. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരാണ്? സർ സാമുവൽ ഹോറാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ മുഖ്യ ശില്പി ആരാണ്? സർ സാമുവൽ ഹോറാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം അല്ലെങ്കിൽ ചീഫ് ഓഫ് സ്ലേവറി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നത്? ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഏത് നിയമമാണ് പ്രവിശ്യകളിൽ ദ്വിഭരണം കൊണ്ടുവന്നത്? ഏതാണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ്. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു. എന്താണ് ഇതിൻ്റെ ഒരു നേട്ടം എന്ന് പറയുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം പ്രവിശ്യകളിലെ ദ്വിഭരണം അവസാനിപ്പിക്കുകയും പകരം ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം ആവിഷ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? PYQ ആണ്. 1937 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1937. കോൺഗ്രസ് ആകെയുള്ള 9 സംസ്ഥാനങ്ങളിൽ 7 ഭൂരിപക്ഷം ലഭിച്ചു. കോൺഗ്രസ്സിന് ആകെയുള്ള 9 സംസ്ഥാനങ്ങളിലും 7 ഭൂരിപക്ഷം ലഭിച്ചു. 1935 നിയമത്തെ ശക്തമായ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? അതും ജവഹർലാൽ നെഹ്റുവാണ്. അപ്പോൾ 2 വിശേഷണങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. എന്താണ് ഒന്നാമത്തെ വിശേഷണം? എന്താണ്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിനെ അടിമത്തത്തിൻ്റെ പ്രമാണപത്രം എന്ന് വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റുവാണ്. അതുപോലെ ശക്തമായ ബ്രേക്കുള്ളതും എൻജിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ചതാരാണ്? തേജ് ബഹാദൂർ സപ്രു ആണ്. ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ ഒരു സംയുക്ത രാഷ്ട്രമാക്കുക എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് തേജ് ബഹാദൂർ സപ്രു. അതുപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിനു വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവവുമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകി. എന്താണ്? ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവവുമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകി. അതുപോലെ ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. അതുപോലെ കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനം നിരസിച്ചു. ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി എന്ന സങ്കല്പത്തെ ശംഷഡിതമായ മരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി എന്ന സങ്കല്പത്തെ ശംഷഡിതമായ
മരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര്? ജവഹർലാൽ നെഹ്റു. അപ്പം ഓഗസ്റ്റ് ഓഫർ 1940 പ്രഖ്യാപിച്ചത്. 1940 ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചതെന്നാണ് ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 8 ലിൻലിത് ഖോ പ്രഭുവാണ് 1939 രണ്ടാം ലോക മഹായുദ്ധ പ്രവർത്തനങ്ങളിൽ ഇന്ത്യയുടെ ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നേടുന്നതിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ. ഓഗസ്റ്റ് ഓഫർ അനുസരിച്ച് ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവവുമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നതിന് സ്വാതന്ത്ര്യം നൽകി. ഇന്ത്യക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും നൽകി. കോൺഗ്രസും മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ നിരസിച്ചു. അതുപോലെ ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി എന്ന സങ്കല്പത്തെ സംശടിതമായ മരണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധി വ്യക്തി സ്വാതന്ത്ര്യത്തിന് ആഹ്വാനം ചെയ്തു. ആഗസ്റ്റ് ഓഫറിൽ അസംതൃപ്തനായ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്തു. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെയാണ്. PYQ ആണ്. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹി ആരാണ്? വിനോബ ഭാവെയാണ്. അതുപോലെ വിനോബ ഭാവെ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത് 1940 ഒക്ടോബർ 17 മറ്റു പ്രധാന വ്യക്തി സത്യാഗ്രഹികൾ ആരൊക്കെയാണ്? ഒന്ന് നെഹ്റുവും പിന്നെ 2 ബ്രഹ്മദത്തുമാണ്. അപ്പം വിനോബ ഭാവെയാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്തത്. മറ്റു പ്രധാന വ്യക്തികൾ ആരൊക്കെയാണ്? നെഹ്റുവും ബ്രഹ്മദത്തുമാണ്. വ്യക്തി സത്യാഗ്രഹങ്ങൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അറിയപ്പെടുന്നതിൻ്റെ പേരാണ് ദില്ലി ചലോ മൂവ്മെൻറ്റ്. വ്യക്തി സത്യാഗ്രഹികൾ ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ച് അറിയപ്പെടുന്ന പേരാണ് ദില്ലി ചലോ മൂവ്മെൻറ്റ്. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയിട്ടുള്ള ഏറ്റവും ദുർബലമായ പ്രക്ഷോഭമാണ് വ്യക്തി സത്യാഗ്രഹം. കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആരാണ്? കെ കേളപ്പനാണ്. കേരളത്തിൽ നിന്നുള്ള വ്യക്തി സത്യാഗ്രഹി ആരാണ്? PYQ ആണ്. കെ കേളപ്പനാണ്. അടുത്തത് ക്രിപ്സ് മിഷനാണ്. 1942 ക്രിപ്സ് മിഷനെ നിയമിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം എന്നാണ് 1942 മാർച്ച് 22. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആരാണ്? സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യൻ വൈസ്രോയി ആരാണ്? ലിൻലിത് ഖോ പ്രഭു ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലിൻലിത് ഖോ പ്രഭു ആയിരുന്നു. അതുപോലെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INCയുടെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. അപ്പോൾ എന്താണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ് 1942 മാർച്ച് 22 ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരാണ്? ലിൻലിത് ഖോ പ്രഭു ആയിരുന്നു. അതുപോലെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എന്നാണ് 1942 ഏപ്രിൽ 12. അപ്പോൾ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയതെന്നാണ് 1942 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയതെന്നാണ് 1942 ഏപ്രിൽ 12. അപ്പം തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്?
ക്രിപ്സ് മിഷനെയാണ്. ക്രിപ്സ് മിഷൻ മടങ്ങിയതെന്നാണ് 1942 ഏപ്രിൽ 12-നാണ്. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. അതുപോലെ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചതോ വിൻസ്റ്റൺ ചർച്ചിലും. ഇത് രണ്ടും മാറിപ്പോകണ്ട. സൈമൺ കമ്മീഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് സ്റ്റാൻലി ബാൽഡ്വിൻ ആണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. അടുത്തത് ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? 3 നിർദ്ദേശങ്ങളാണ് പ്രധാനമായിട്ടും ക്രിപ്സ് മിഷൻ മുന്നോട്ട് വെച്ചത്. സ്വന്തമായി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി, യുദ്ധാനന്തരം പുത്രിക രാജ്യപദവി, അതുപോലെ പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാം എന്നിവയാണ് ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. എന്തൊക്കെയാണ്? യുദ്ധാനന്തരം പുത്രിക രാജ്യപദവി, സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി, അതുപോലെ പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാം എന്നിവയാണ് ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് കാരണം എന്താണ്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ്, അതുപോലെ പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ എതിർത്തു. ക്രിപ്സ് മിഷന് ഗാന്ധിയുടെ പിന്തുണ നേടാനായില്ല എന്നിവയാണ് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് കാരണം. അപ്പം ക്രിപ്സ് മിഷൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധാനന്തരം പുത്രിക രാജ്യപദവി, സ്വന്തമായി ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള അനുമതി, പ്രതിരോധമൊഴികെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കാൻ ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കാം എന്നുള്ള ഈ 3 നിർദ്ദേശങ്ങളാണ് ക്രിപ്സ് മിഷൻ വെച്ചത്. അതുപോലെ ക്രിപ്സ് മിഷൻ്റെ പരാജയത്തിന് കാരണം എന്താണ്? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ സംഘടനകളുടെ എതിർപ്പ്, പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ മുസ്ലിം ലീഗ് ക്രിപ്സ് മിഷനെ എതിർത്തു. അതുപോലെ ക്രിപ്സ് മിഷന് ഗാന്ധിജിയുടെ പിന്തുണ നേടാനായില്ല എന്നുള്ളതാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942-ലാണ് ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറല്ലെങ്കിൽ നിയമലംഘന സമരം പുനരാരംഭിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറല്ലെങ്കിൽ നിയമലംഘന സമരം പുനരാരംഭിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താണ്? ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താണ്? ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942-ലാണ്. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്കോ പ്രഭുവാണ്. അപ്പം 1942 മെയ് മാസത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ തയ്യാറല്ലെങ്കിൽ നിയമലംഘന സമരം പുനരാരംഭിക്കുമെന്ന് ഗാന്ധിജി മുന്നറിയിപ്പ് നൽകി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താണ്? ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം പ്രക്ഷോഭം ആരംഭിച്ചത് 1942-ലാണ്. ക്വിറ്റ് ഇന്ത്യ സമയത്തെ വൈസ്രോയി ആരാണ്? ലിൻ ലിത്കോ പ്രഭുവാണ്. അടുത്തൊരു ചോദ്യമാണ്, ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? PSC ഈ അടുത്ത കാലത്ത് ലാബ് അസിസ്റ്റൻ്റാണെന്ന് തോന്നുന്നു ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത്? ഏത് സമരമാണ്? ഓപ്ഷൻ എ മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം, പുന്നപ്ര വയലാർ സമരം. ആൻസർ ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അപ്പോൾ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കീഴരിയൂർ ബോംബ് കേസ് ഉണ്ടായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. കീഴരിയൂർ ബോംബ് കേസിൻ്റെ നേതാവ് ആരാണ്? KB മേനോനാണ്. ഡോക്ടർ KB മേനോനാണ് കേട്ടോ. ബോംബെയിൽ ചേർന്ന INC-യുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് 1942 ഓഗസ്റ്റ് 8-നാണ്. ബോംബെയിൽ ചേർന്ന INC-യുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതെന്നാണ് 1942 ഓഗസ്റ്റ് 8-നാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ്? യൂസഫ് മെഹ്റലിയാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയതാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചതാരാണ്? യൂസഫ് മെഹ്റലിയാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് വെച്ചാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് എന്താണ്? ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നുള്ളതാണ്.
അതുപോലെ ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 9-നാണ്. ഗാന്ധിജി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ എന്ന് പറയുന്ന പത്രത്തിലാണ്. ഗാന്ധിജി തൻ്റെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ്? ഹരിജൻ എന്ന് പറയുന്ന പത്രമാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ഏതാണ്? 1942 ഓഗസ്റ്റ് 9-നാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം എന്നാണ്? 1942 ഓഗസ്റ്റ് 9-നാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PSCയുടെ ഉത്തര സൂചിക പ്രകാരം ഓഗസ്റ്റ് 8 എന്നുമുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ ഏതാണ് കാണുന്നത് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ അത് കുത്തുക. ചിലപ്പോൾ ഓഗസ്റ്റ് 9 ഉണ്ടാവാം, ചിലപ്പോൾ ഓഗസ്റ്റ് 2 കൂടെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ PSC ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള PSC പരീക്ഷകൾക്ക് PSC നൽകിയ ആൻസർ ഓഗസ്റ്റ് 8-ആണ്. യഥാർത്ഥ ആൻസർ ഓഗസ്റ്റ് 9-ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ PSCയുടെ ഉത്തരം പ്രിഫർ ചെയ്യുകയായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്തത് ഒരു ചോദ്യമാണ്, തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത് എവിടെ വെച്ചാണ്? ഓപ്ഷൻ എ യർവാദ, അതേപോലെ പൂനെ. ഓപ്ഷൻ സി ആഗാഖാൻ കൊട്ടാരം, തിഹാർ ജയിൽ. ഏതാണ്? ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ആഗാഖാൻ കൊട്ടാരത്തിൽ വെച്ചാണ് കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റിലാക്കിയ ജയിൽ ഏതാണ്? യർവാദ ജയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാഖാൻ കൊട്ടാരം. അപ്പോൾ കമ്മ്യൂണൽ അവാർഡുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റിലാക്കിയ ജയിൽ ഏതാണ്? യർവാദ ജയിലാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റിലാക്കിയത് എവിടെയാണ്? ആഗാഖാൻ കൊട്ടാരത്തിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടും കൂടെ മാറിപ്പോകണ്ട. കമ്മ്യൂണൽ അവാർഡ് യർവാദ ജയിൽ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ആഗാഖാൻ കൊട്ടാരം. ഗാന്ധിജി ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിലാണ് യർവാദ ജയിൽ. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിൽ ഏതാണ്? യർവാദ ജയിലാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായൺ, റാം മനോഹർ ലോഹിയ എന്നിവരാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത്. ആരൊക്കെയാണ്? അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ, അതുപോലെ റാം മനോഹർ ലോഹിയ. ക്വിറ്റ് ഇന്ത്യ സമര നായിക PYQ അരുണ ആസഫ് അലിയാണ്. ഗാന്ധിജിയാണ് അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? അരുണ ആസഫ് അലി, ജയപ്രകാശ് നാരായണൻ, റാം മനോഹർ ലോഹിയ. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസഫ് അലിയാണ്. അരുണ ആസഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, അല്ലെങ്കിൽ ഡു ഓർ ഡൈ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യം എന്താണ്? വിഭജിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മുസ്ലിം ലീഗുകാർ ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കേരളത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇതൊന്നും LGS റാങ്ക് ഫെയിൽ ഉണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പുറത്തുനിന്ന് എടുത്ത ക്വസ്റ്റ്യൻസാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കേരളത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി സബ് കോടതി, നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്, ചോമ്പാലയിലെ ഉപ്പ് ഡിപ്പോ തുടങ്ങിയവയാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് കേരളത്തിൽ തകർക്കപ്പെട്ട സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ്? ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി സബ് കോടതി, നടുവണ്ണൂർ രജിസ്റ്റർ ഓഫീസ്, അതുപോലെ ചോമ്പാലയിലെ ഉപ്പ് ഡിപ്പോ തുടങ്ങിയവ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വായിച്ചു. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന നേതാവാണ് ഡോക്ടർ KB മേനോൻ. അതൊന്ന് ഓർത്ത് വെച്ചോട്ടോ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കീഴരിയൂർ ബോംബ് കേസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സതീഷ് ചന്ദ്ര സാമന്തയായിരുന്നു ഈ ഗവൺമെൻറ്റിന് നേതൃത്വം നൽകിയത്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി
ആയിരുന്ന വനിതയാണ് മാതങ്കനി ഹസ്ര എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വധിക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന വനിതയാണ് മാതങ്കനി ഹസ്ര എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഗാഖാൻ കൊട്ടാരം. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയ പൂനെയിലെ കൊട്ടാരമാണ് ആഗാഖാൻ കൊട്ടാരം. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന സമരം, ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം എന്ന് പറയുന്നതാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. വിവരിക്കുകയാണ്. 1857 വിപ്ലവം പോലെ ഏറ്റവും ശക്തമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയിയാണ് ആര്? ലിൻ ലിത്ഗോ പ്രഭു. 1857 വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്രോയിയാണ് ആര്? ലിൻ ലിത്ഗോ പ്രഭു. അടുത്തത് ഇന്ത്യൻ നാഷണൽ ആർമിയെക്കുറിച്ചാണ്. 1942 ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INCയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫാണ് മോഹൻ സിംഗ്. INAയുടെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ആദ്യ കമാൻഡർ ഇൻ ചീഫാണ് ആര്? മോഹൻ സിംഗ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. INAയുടെ ആദ്യത്തെ കമാൻഡർ ഇൻ ചീഫാണ് മോഹൻ സിംഗ്. INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗ് എന്നാണ്. INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടന ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ലീഗാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. PYQ ആണ്, ചോദിച്ചതാണ്. ഇന്ത്യൻ നാഷണൽ ആർമി അറിയപ്പെട്ട മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. 1942 സെപ്റ്റംബറിൽ INAയുടെ ഒന്നാം വിഭാഗം രൂപീകരിക്കാൻ സഹായിച്ച രാജ്യമാണ് ജപ്പാൻ. 1942 സെപ്റ്റംബറിൽ INAയുടെ ഒന്നാം വിഭാഗം രൂപീകരിക്കാൻ സഹായിച്ച രാജ്യമാണ് ജപ്പാൻ. സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. PYQ ആണ്. സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസാണ്. സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ പ്രവർത്തനങ്ങൾ കേന്ദ്രമാക്കിയത് എവിടെയൊക്കെയാണ്? റങ്കൂണിലും അതുപോലെ സിംഗപ്പൂരിലുമാണ്. സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമാക്കിയത് എവിടെയൊക്കെയാണ്? റങ്കൂണിലും സിംഗപ്പൂരിലുമാണ്. അതുപോലെ INAയുടെ പടയണി ഗാനം ഏതാണ്? കദം ബഡായേ ജാ എന്നുള്ളതാണ് INAയുടെ പടയണി ഗാനം. PYQ ആണ്. കദം ബഡായേ ജാ. INAയുടെ പടയണി ഗാനമാണ് കദം ബഡായേ ജാ. INAയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? റാം സിംഗ് താക്കൂറാണ്. INAയുടെ പടയണി ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആരാണ്? റാം സിംഗ് താക്കൂറാണ്. INAയുടെ പതാക എന്താണ്? ചാടുന്ന കടവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാകയാണ്. INAയുടെ പതാക എന്താണ്? ചാടുന്ന കടുവയുടെ ചിത്രമുള്ള ത്രിവർണ്ണ പതാകയാണ് INAയുടെ പതാക. അതുപോലെ INAയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. INAയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസിനൊപ്പം സായുധ പോരാട്ടത്തിൽ സജീവമായി പങ്കെടുത്ത വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ. അതുപോലെ 1944 INAയുടെ അധീനതയിലായ പ്രദേശമാണ് മൗഡോക്ക് എന്ന് പറയുന്ന പ്രദേശം. 1944 INAയുടെ അധീനതയിലായ പ്രദേശമാണ് മൗഡോക്ക്. അതുപോലെ INA ത്രിവർണ്ണ പതാക ഉയർത്തിയ ഇന്ത്യൻ പ്രദേശം എവിടെയാണ്? മൗഡോക്കാണ്, അല്ലെങ്കിൽ മൊയിരങ്. മണിപ്പൂരിലെ മൗഡോക്ക് അല്ലെങ്കിൽ മൊയിരങ്, രണ്ടുപേരും ഒന്നാണ്. മൗഡോക്ക് അല്ലെങ്കിൽ മൊയിരങ് ഇതെവിടെയാണ്? മണിപ്പൂരിലാണ്. INAയുടെ ത്രിവർണ്ണ പതാക
ഉയർത്തിയ ഇന്ത്യൻ പ്രദേശമാണ് മൗഡോക്ക് അല്ലെങ്കിൽ മൊയ്രങ്. ഇവ ഏത് സംസ്ഥാനത്താണ്? മണിപ്പൂരാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ആസാദ് എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെതിരെ ആസാദ് എന്ന സംഘടന രൂപീകരിച്ച വ്യക്തി ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് നാനാ പാട്ടീലാണ്. സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? നാനാ പാട്ടീലാണ്. അതുപോലെ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷനാണിത്, സീക്രട്ട് കോൺഗ്രസ് റേഡിയോ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് രഹസ്യമായി പ്രവർത്തിച്ച റേഡിയോ സ്റ്റേഷൻ ഏതാണ്? സീക്രട്ട് കോൺഗ്രസ് റേഡിയോയാണ്. അതുപോലെ സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ആരാണ്? ഉഷ മേത്തയാണ്. സീക്രട്ട് കോൺഗ്രസ് റേഡിയോയുടെ സംഘാടക ആരാണ്? ഉഷ മേത്തയാണ്. INA മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൊയ്രങ്, മണിപ്പൂരിലാണ്. INA മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മൊയ്രങ്, മണിപ്പൂരിലാണ്. അതുപോലെ ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ജപ്പാൻ INAക്ക് കൈമാറിയ ഇന്ത്യൻ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് ലഭിക്കാൻ കാരണമായ സമ്മേളനമാണ് ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിന് ലഭിക്കാൻ കാരണമായ സമ്മേളനമാണ് ഈസ്റ്റ് ഏഷ്യൻ നാഷണൽ അസംബ്ലി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണിത് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. എന്താണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഷഹീദ് സ്വരാജ് ദ്വീപുകൾ. INA സേനാ വിഭാഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ വർഷം എന്നാണ്? 1945. INA സേനാ വിഭാഗങ്ങൾ ബ്രിട്ടീഷ് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ വർഷമാണ് 1945. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലമാണ് റെഡ് ഫോർട്ട്. INAയിൽ പ്രവർത്തിച്ച പട്ടാളക്കാരുടെ വിചാരണ നടന്ന സ്ഥലമാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. സുഭാഷ് ചന്ദ്രബോസ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത് എന്നാണ്? 1945 ഓഗസ്റ്റ് 8-നാണ്. സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ദിവസം ഏതാണ്? 1945 ഓഗസ്റ്റ് 18-നാണ്. അതുപോലെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, ഷാനവാസ് കമ്മീഷൻ, GD ഖോസ്ല കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ച കമ്മീഷൻ ഏതൊക്കെയാണ്? 3 കമ്മീഷനാണ്. ജസ്റ്റിസ് മുഖർജി കമ്മീഷൻ, അതുപോലെ ഷാനവാസ് കമ്മീഷൻ, GD ഖോസ്ല കമ്മീഷൻ. അപ്പോൾ ഇത്രയും പോയിൻ്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കാര്യം പോലും, അതായത് ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ഒരു വാക്യം പോലും മിസ്സാവാതെ ആഴത്തിലിറങ്ങിയിട്ട് പഠിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇത്രയും പോയിൻ്റുകൾ നൽകിയത്. അപ്പോൾ തീർച്ചയായും ഇത് കൂടുതലായിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കാരണം ഇത് ഞാൻ +2 ലെവലിലുള്ള പരീക്ഷകൾക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് ആ ഒരു ലെവലിൽ എടുത്തൊരു ക്ലാസ്സാണിത്. അപ്പോൾ ഈ ഒരു ലെവലിൽ തന്നെ നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാട് ടൈമുണ്ട്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന PYQകളുണ്ട്, അത് നിർബന്ധമായിട്ടും മനപ്പാടാക്കി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. റിവിഷൻ ചെയ്യുന്ന സമയത്ത് റിവിഷൻ ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഒന്നും കൂടെ നമ്മുടെ മൈൻഡിൽ കയറും. അപ്പോൾ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഈ INA ലാസ്റ്റ് എടുത്ത INAയെക്കുറിച്ച് വേറൊരു ചോദ്യം വേറെ എവിടെയും ഉണ്ടാവില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാ സബ്ജക്റ്റും ഇന്നലെ മിഞ്ഞാന്ന് മുതലൊക്കെ ഞാൻ എടുത്തു വന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളെന്ത് ചെയ്യുക? കംപ്ലീറ്റ് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. അടുത്തത് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ്. ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകളുടെ
പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ചൊരു ട്രസ്റ്റാണ് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ്. 1945 ഗാന്ധിജി മുൻകൈ എടുത്തതാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചത്. ട്രസ്റ്റിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കസ്തൂർബ ഗ്രാമം, ഇൻഡോർ, മധ്യപ്രദേശാണ്. അപ്പം ഇന്ത്യയിലെ ഗ്രാമീണ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രൂപീകരിച്ച ട്രസ്റ്റാണ് കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ്. 1945 ഗാന്ധിജി മുൻകൈ എടുത്താണ് ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കസ്തൂർബ ഗ്രാമം, ഇൻഡോർ, മധ്യപ്രദേശാണ്. ട്രസ്റ്റിൻ്റെ 22 സംസ്ഥാന ശാഖകളുണ്ട്. ട്രസ്റ്റിന് 22 സംസ്ഥാന ശാഖകളുണ്ട്. ട്രസ്റ്റിൻ്റെ സേവന മേഖലകൾ ഏതൊക്കെയാണ്? ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, സാക്ഷരത, തൊഴിൽ പരിശീലനം, അതുപോലെ ദുരിതാശ്വാസം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയവയാണ് ആ ട്രസ്റ്റിൻ്റെ സേവന മേഖലകൾ എന്ന് പറയുന്നത്. ട്രസ്റ്റിൽ പ്രവർത്തിച്ചിരുന്ന പ്രമുഖ വ്യക്തികൾ ആരൊക്കെയാണ്? ഗാന്ധിജി, വല്ലഭായ് പട്ടേൽ, ലക്ഷ്മി എൻ മേനോന്, ദാദാ സാഹിബ് മാവുലങ്കാർ, ഡോക്ടർ സുശീല നെയ്യാർ, അതുപോലെ തകരാസി മണിബൽ പട്ടേൽ തുടങ്ങിയവരൊക്കെയാണ് ഈ ഒരു ട്രസ്റ്റിന് മുൻകൈയെടുത്ത പ്രമുഖ നേതാക്കൾ. അടുത്തത് CR ഫോർമുല. CR ഫോർമുല അവതരിപ്പിച്ച വ്യക്തി ആരാണ്? സി രാജഗോപാലാചാര്യാണ്. CR ഫോർമുല അവതരിപ്പിച്ച വ്യക്തി ആരാണ്? സി രാജഗോപാലാചാര്യാണ്. CR ഫോർമുല അവതരിപ്പിച്ച വർഷം എന്താണ്? 1944 CR ഫോർമുലയുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് ലീഗ് സഹകരണം എന്നുള്ളതാണ് CR ഫോർമുലയുടെ പ്രധാന ലക്ഷ്യം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് കോൺഗ്രസ് ലീഗ് സഹകരണം എന്നുള്ളതാണ് CR ഫോർമുലയുടെ പ്രധാന ലക്ഷ്യം. അപ്പോൾ CR ഫോർമുല അവതരിപ്പിച്ചതാരാണ്? സി രാജഗോപാലാചാര്യാണ്. 1944 കേട്ടോ. അടുത്തത് വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭുവാണ്. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം 1945 വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വർഷം. വേവൽ പ്ലാൻ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണ്? വേവൽ പ്രഭുവാണ്. വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നതാണ് ഷിംല കോൺഫറൻസ്. 1945 ഷിംല കോൺഫറൻസ് നടന്നത്. അപ്പം വേവൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വിളിച്ചുകൂട്ടിയ യോഗം അറിയപ്പെടുന്നതാണ് ഷിംല കോൺഫറൻസ്. 1945 അതുപോലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? വേവൽ പ്ലാനിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കും. അതുപോലെ തിരഞ്ഞെടുക്കുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യം തുല്യമായിരിക്കും. പിന്നെന്താണ്? പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല ഗവൺമെൻറ്റിന് നൽകും. അതുപോലെ വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും മാത്രമായി ചുരുക്കും. അതുപോലെ ഗവർണർ ജനറൽ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഗവർണർ ജനറലിനെ തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണെന്ത് ഷിംല, അതായത് വേവൽ പ്ലാനിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഇടക്കാല സർക്കാരിനെ തിരഞ്ഞെടുക്കുന്ന ഇടക്കാല സർക്കാരിൽ ഹിന്ദു മുസ്ലിം പ്രാതിനിധ്യം തുല്യമായിരിക്കും. പ്രതിരോധമൊഴികെയുള്ള എല്ലാ വകുപ്പുകളുടെയും ഭരണ സ്വാതന്ത്ര്യം ഇടക്കാല സർക്കാരിന് നൽകും. വകുപ്പുകളിൽ ഇടപെടാനുള്ള അധികാരം ഗവർണർ ജനറലിനും മുഖ്യ സൈന്യാധിപനും മാത്രമായി ചുരുക്കും. ഗവർണർ ജനറലിന് തിരഞ്ഞെടുത്ത സർക്കാരിൻ്റെ തീരുമാനങ്ങളെ വീറ്റോ ചെയ്യാനുള്ള അധികാരമുണ്ടാകും. പിന്നെന്താണ്? വേവൽ പ്ലാൻ പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? മുസ്ലിം ലീഗ് അംഗത്വമല്ലാത്ത ഒരു മുസ്ലിമിനും വൈസ്രോയിയുടെ കൗൺസിൽ അംഗത്വം നൽകരുതെന്ന് ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. പിന്നെന്താണ്? കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നതോടെ ഷിംല കോൺഫറൻസ് അലസിപ്പിരിഞ്ഞു. ഈ 2 കാരണങ്ങളാണ് വേവൽ പ്ലാൻ പരാജയപ്പെടാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്നെന്താണ്? മുസ്ലിം ലീഗിൽ അംഗത്വമല്ലാത്ത ഒരു മുസ്ലിമിനും വൈസ്രോയിയുടെ കൗൺസിൽ അംഗത്വം നൽകരുതെന്ന ജിന്നയുടെ ആവശ്യത്തെ വേവൽ പ്രഭു തള്ളിക്കളഞ്ഞു. അതുപോലെ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ നിന്നും കോൺഗ്രസും മുസ്ലിം ലീഗും വിട്ടുനിന്നതോടെ ഷിംല കോൺഫറൻസ് അലസിപ്പിരിഞ്ഞു. അടുത്തത് ഷിംല കോൺഫറൻസ് ആണ്. 1945
ഷിംല കോൺഫറൻസ് നടക്കുന്നത്. വേവൽ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ്, ലീഗ്, അധസ്ഥിത വർഗക്കാർ, യൂറോപ്യൻ സംഘങ്ങൾ എന്നിവരുടെ പ്രതിനിധികളടങ്ങുന്ന 21 അംഗ സംഘത്തെ ഷിംലയിൽ വിളിച്ചുകൂട്ടി. ഇതാണ് ഷിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്? വേവൽ പ്രഭുവിൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസ്, ലീഗ്, അധസ്ഥിത വർഗക്കാർ, യൂറോപ്യൻ സംഘങ്ങൾ എന്നിവരുടെ പ്രതിനിധികളടങ്ങുന്ന 21 അംഗ സംഘത്തെ ഷിംലയിൽ വിളിച്ചു കൂട്ടിയതാണെന്ന് ഷിംല കോൺഫറൻസ് എന്ന് പറയുന്നത്. ഷിംല കോൺഫറൻസ് നടന്നത് 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ്. ഷിംല കോൺഫറൻസ് നടന്നത് എന്നാണ്? 1945 ജൂൺ 25 മുതൽ ജൂലൈ 14 വരെയാണ്. ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്ത വ്യക്തിയാണ് സൂര്യസെൻ. അതുപോലെ ചിറ്റഗോങ് ആയുധശാല ആക്രമണം നടന്നത് 1930 ഏപ്രിൽ 18-നാണ്. അതുപോലെ പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? അരവിന്ദ ഘോഷാണ്. കൂടെ ഒരു 3 പോയിൻ്റ് ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. ചിറ്റഗോങ് ആയുധശാല ആക്രമണം ആസൂത്രണം ചെയ്ത വ്യക്തി ആരാണ്? സൂര്യസെന്നാണ്. ചിറ്റഗോങ് ആയുധശാല ആക്രമണം നടന്നത് 1930 ഏപ്രിൽ 18-നാണ്. അതുപോലെ പാസീവ് റെസിസ്റ്റൻസ് എന്ന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? അരവിന്ദ ഘോഷാണ്. അടുത്തത് ഇന്നത്തെ ക്ലാസ്സിലത്തെ അവസാനത്തെ ഒരു ഭാഗമാണ് ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ 1946-ലാണ് ഇന്ത്യയിലെ അധികാര കൈമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ 1946-ൽ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ഇന്ത്യയിലെ അധികാര കൈമാറ്റ ചർച്ചയെക്കുറിച്ച് ചർച്ച ചെയ്യാനായി 1946-ൽ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമൻ്റ് ആറ്റ്ലിയാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ്? 1946 മാർച്ച് 23-നാണ്. ഈ ഒരു ഡേറ്റ് ഓർത്ത് വെച്ചോ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23, മാർച്ച് 23, മാർച്ച് 23, 1946 മാർച്ച് 23, 1946 മാർച്ച് 23. ഇത് മറക്കാതെ ഓർത്ത് വെച്ചോ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23-നാണ്. ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ്റെ തലവൻ ആരാണ്? പെത്വിക് ലോറൻസ് ആണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തുമ്പോൾ വൈസ്രോയി ആരാണ്? വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റു. അത് എന്നാണ്? 1946 സെപ്റ്റംബർ 2-നാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റു. അത് എന്നാണ്? 1946 സെപ്റ്റംബർ 2-നാണ്. അതുപോലെ 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവനാരാണ്? വേവൽ പ്രഭുവാണ്. 1946 സെപ്റ്റംബറിൽ നിലവിൽ വന്ന ഇടക്കാല മന്ത്രിസഭയുടെ തലവൻ ആരാണ്? വേവൽ പ്രഭുവാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടന നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6-നാണ്. ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്? 1946 മെയ് 16-നാണ്. അപ്പോൾ ഇവിടെ 2-3 ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. PYQ ആണ്, ഒരുപാട് തവണ PSC ചോദിച്ചതാണ്. അതായത് ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് അധികാരമേറ്റത് സെപ്റ്റംബർ 2, 1946. അതുപോലെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23. അതുപോലെ എന്താണ്? ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. 1946 ഡിസംബർ 6 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ്? 1946 മെയ് 16. 1946 മെയ് 16. അടുത്തൊരു ചോദ്യമാണ്. ചോദ്യങ്ങൾ ഇങ്ങനെയാട്ടെ വരിക. താഴെ പറയുന്നവരിൽ ക്യാബിനറ്റ് മിഷൻ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ സി മൗണ്ട് ബാറ്റൺ ആണ്. താഴെ പറയുന്നവയിൽ ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാത്ത വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, മൗണ്ട് ബാറ്റൺ ആണ്. അതുപോലെ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പെത്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. ഇവരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. പെത്വിക് ലോറൻസ്, സർ സ്റ്റഫോർഡ് ക്രിപ്സ്, അതുപോലെ AV അലക്സാണ്ടർ. ഇവരൊക്കെയാണ് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടിയ ക്ലാസ്സാണ്. ഞാൻ പരമാവധി എന്ന് വെച്ചാൽ
98% നോട്ടുകൾ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും. ആദ്യം ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത് വട്ടം കാണുക. പിന്നെ ക്ലാസ് സ്ലോ ആണെങ്കിൽ 1.5 വെച്ച് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ടൈം ലാഭിക്കാൻ പറ്റും. അതുപോലെ ഷോർട്ട് നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ആ ഒരു രീതി ഫോളോ ചെയ്യുക. എല്ലാ കാര്യങ്ങളും കുത്തി വരിഞ്ഞ് എഴുതേണ്ട. പ്രധാനപ്പെട്ട PYQ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടാക്കി എഴുതി അത് റിവിഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ നേരത്തെ ഇന്നലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സൺഡേ റിവിഷന് വേണ്ടിയിട്ട് ഈ PDF ഒക്കെ ആ ഒരു ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ ഏവർക്കും വിജയാശംസകൾ നേരുകയാണ്. എല്ലാ ക്ലാസ്സുകളും കാണുക. നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുറഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഉയർന്ന റാങ്കിൽ ജോലി പെട്ടെന്ന് അഡ്വൈസ് വന്ന് 2-3 മാസക്കാലം കൊണ്ട് ജോലി കിട്ടുന്ന ഒരു രീതി നമുക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അതുപോലെ ഒരു 200 ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥികൾ ജസ്റ്റ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒരു 200 ലൈക്ക് ഈ ഒരു ക്ലാസ്സിൽ കിട്ടിയാൽ വലിയ